ഹലോ, കേരളമാകെ മാറി മറിയുകയാണ്. വലിയ രീതിയിലുള്ള ഒരു വികസനത്തിലൂടെയാണ് കേരളം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 6 പാത യാഥാർത്ഥ്യമാക്കുകയാണ്. അരൂർ തുറവൂർ 6 പാതയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ എടുത്തത് 9/11/2025 അതായത് നവംബർ 9 ഞായറാഴ്ച. 80% ഈ 6 പാതയുടെ വർക്കുകൾ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലെ തന്നെ ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ 6 പാതയാണ് എരൂർ തുറവൂർ നാഷണൽ ഹൈവേ. നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അരൂരിൽ നിന്നാണ്. ഇവിടുത്തെ വർക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയാണ് കാണാൻ കഴിയുന്നത്. തൂണുകളിലെ പെയിന്റിംഗ് വർക്കുകൾ പല സ്ഥലങ്ങളിലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ മിക്ക ഭാഗത്തും കഴിഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ചില ഭാഗത്ത് കംപ്ലീറ്റ് ആവാൻ ബാക്കിയുണ്ട്. ഞായറാഴ്ച ദിവസം രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകളാണ് ഇവിടെ ഉണ്ടാവാറ്. ചില ദിവസങ്ങളിൽ, അതും പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകളാണ് ഇവിടെ ഉണ്ടാകാറ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത സ്തംഭനം ഇവിടെ പതിവാണ്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ദൂരം 12.75 കിലോമീറ്ററോളമാണ്. ഇവിടെ 95% പിയറിൻ്റെയും പിയർ ക്യാപ്പുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 85% മുകളിൽ ഗർഡറുകളുടെയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിലേക്കുള്ള എൻട്രി പോയിന്റുകൾ 2 എക്സിറ്റ് പോയിന്റുകൾ 4 ഉള്ളത്. എറണാകുളം സൈഡിൽ നിന്ന് പോകുമ്പോൾ അരൂരാണ് ഫസ്റ്റ് എൻട്രി പോയിന്റ്. ആലപ്പുഴ സൈഡിൽ നിന്ന് വരുമ്പോൾ തുറവൂരാണ് എൻട്രി പോയിന്റ്. 5 റീച്ചുകളിലായിട്ടാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തിയതോടും ചന്തിരൂറും റാമ്പുകളുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഈ റാമ്പുകളിലൂടെ താഴേക്കുള്ള റോഡുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള 2 എക്സിറ്റ് പോയിന്റുകളാണ്. ഇതുകൂടാതെ അരൂരും തുറവൂരും എക്സിറ്റ് പോയിന്റുകളുണ്ട്. ഇതിനു പുറമെ എരമല്ലൂർ ഒരു ടോൾ പ്ലാസ കൂടി വരുന്നുണ്ട്. 354 പില്ലറുകളിലാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം. നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപാതയാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. ഇവിടുത്തെ ഗതാഗത കുരുക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ. പല സ്ഥലങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ടും റോഡുകളിൽ വലിയ വലിയ കുഴികളും മഴ സമയങ്ങളിൽ ആ കുഴികളിൽ വലിയ രീതിയിൽ വെള്ളവും ചെളിയും നിറയുന്നത് കൊണ്ട് ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വളരെ പയ്യെ തന്നെയാണ് പോകാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു വാഹനം സ്ലോയിൽ പോവുകയോ കുഴികൾ കാരണം സ്ലോയിൽ സഞ്ചരിക്കുകയോ ചെയ്താൽ അത് തന്നെ ഒരു ഗതാഗത കുരുക്കിന് കാരണമാകും. ഇതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും നീണ്ട നിരയിൽ ഒന്നിനു പുറകിൽ ഒന്നായി പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. മറ്റുള്ള വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ മറികടന്നു പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം ഒരു സൈഡിൽ ചെളിയും വെള്ളക്കെട്ടും കുഴിയും എല്ലാം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം ഗർഡറുകൾ പൂർണ്ണമായും സ്ഥാപിച്ചത് കാണാം. കൂടാതെ പില്ലറുകളിൽ പെയിന്റിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചതും കാണാൻ കഴിയുന്നുണ്ട്. പില്ലറുകൾക്ക് സമീപത്തു നിന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മണ്ണുമെല്ലാം മാറ്റിയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മുൻപത്തേക്കാൾ ഗതാഗതം മെച്ചപ്പെട്ടിട്ടുണ്ട്. അരൂർ തൊട്ട് തുറവൂർ വരെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വർക്കുകൾ പൂർത്തിയാവാത്തതായി കാണാൻ കഴിയുന്നുള്ളൂ. കുത്തിയതോട് മറ്റൊരു എക്സിറ്റ് പോയിന്റാണ്. സാധാരണയായി ട്രാഫിക് ബ്ലോക്കുകൾ ഏറ്റവും കൂടുതലായി കാണാൻ കഴിയുന്നത് അരൂർ തൊട്ട് ചന്തിരൂർ വരെയാണ്. ഏകദേശം ഒരു 3.5-4 കൊല്ലമായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ യാത്രകൾ സമ്മാനിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ജനങ്ങളെല്ലാം ഈ ദുരിതങ്ങൾ സഹിക്കുന്നത്. 2026 ആദ്യ പകുതിയോടെ തന്നെ ഈ പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുന്നിൽ പോകുന്ന വാഹനത്തെ മറികടക്കാൻ നമ്മൾ കുറെ നേരമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതി ഉണ്ടെങ്കിൽ പോലും റോഡിന്റെ ഈ പരിതാപകരമായ സിറ്റുവേഷൻ നമ്മളെയും മറ്റു പല വാഹനങ്ങളെയും വലിയ ബുദ്ധിമുട്ടിലാണ് ആഴ്ത്തുന്നത്. മറികടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ കാണുന്നത് പോലെയുള്ള ചെളിയും കുഴികളുമൊക്കെയാണ് ഉള്ളത്. ഇവിടെയൊക്കെ അത്യാവശ്യം വീതി ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ഒരു ടാറിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഗതാഗത കുരുക്കുകൾ കൂടുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള തിരക്കുകൾ കാണാൻ കഴിയാത്തത്. ഈ ഒരു ഏരിയ വരെ ഏറെക്കുറെ പണികളെല്ലാം പൂർത്തിയായതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഭാഗം മുതൽ കുറച്ച് ദൂരം വരെ സ്പാനുകൾ ഘടിപ്പിച്ചിട്ടില്ല. അരൂർ മുതൽ തുറവൂർ വരെ വളരെ ചെറിയൊരു ഭാഗത്തിലാണ് സ്പാനുകൾ സ്ഥാപിക്കാൻ ബാക്കിയായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പൊട്ടിപ്പൊളിഞ്ഞാണ് ഈ റോഡ് കിടക്കുന്നത് എന്ന്.
ഇവിടെ നല്ല രീതിയിലുള്ള ടാറിംഗ് വർക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ ബ്ലോക്കുകൾ അവസാനിപ്പിക്കാൻ കഴിയും. എനിക്ക് ഈ സ്ഥലങ്ങളുടെ ഒന്നും പേര് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും പരാമർശിക്കാത്തത്. 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്പാനുകളുടെയും ഗർഡറുകളുടെയും പണികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റോഡുകളുടെ ടാറിങ്ങും മീഡിയന്റെ വർക്കുകളുമെല്ലാം പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ബാരിക്കേഡുകൾ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് മാത്രമാണ് പോകാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെയും നല്ല വീതി ലഭിക്കുന്നതായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എക്സിറ്റ് പോയിന്റ്. ഈ റാമ്പുകളുടെ വർക്കുകൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് പോകുമ്പോൾ ഈ ഒരു എക്സിറ്റ് പോയിന്റിലൂടെ എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് താഴേക്കുള്ള റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എക്സിറ്റ് പോയിന്റ് തുറവൂർ ജംഗ്ഷന്റെ വളരെ അടുത്ത് തന്നെയാണ്. തുറവൂർ ജംഗ്ഷൻ വരെയുള്ള വർക്കുകൾ ഏറെക്കുറെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. നമുക്കിനി അവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടു മുന്നോട്ട് പോകാം. ചേർത്തല വരെയുള്ള സൈഡുകളിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിലും 6 വരിപ്പാത ഏറെക്കുറെ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇടവിട്ട് വർക്കുകളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ആലപ്പുഴയിലേക്ക് പോകുന്ന വശത്ത് റോഡിന്റെ ലെവലിംഗും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അണ്ടർ പാസേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്ക സ്ഥലങ്ങളിലും അതിന്റെ അപ്രോച്ച് റോഡിലേക്ക് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ പെൻഡിംഗ് ആയി കാണുന്നുണ്ട്. എന്നിരുന്നാലും 3 മാസം മുൻപൊക്കെ നമ്മൾ പോകുന്ന അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കാണാൻ കഴിയുന്നു. ഇവിടെ പരിഹരിക്കപ്പെടേണ്ടത് കുണ്ടും കുഴികളുമായി കിടക്കുന്ന ഈ റോഡുകൾ നല്ല രീതിയിൽ ഒന്ന് ടാർ ചെയ്തു പോവുക. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് തുറവൂരിൽ നിന്ന് വൈറ്റിലയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ്. ഇവിടെ പലപ്പോഴും ആളുകൾക്ക് വഴി തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. പലരും വൈറ്റില ഭാഗത്തേക്ക് തിരിയേണ്ടതിന് പകരം നേരെ കൊച്ചിയിലേക്ക് പോകുകയും ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് കുണ്ടന്നൂരിലേക്ക് എത്തേണ്ടി വരികയും ചെയ്യുന്നു. തുറവൂര് വരെയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് ആലപ്പുഴ സൈഡിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലേക്കുള്ള റോഡുകളും ഒപ്പം തിരക്കുകൾ കുറവായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ 6 വരിപ്പാതയുടെ വർക്കുകൾ വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇതാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു സൈഡിൽ ടാറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതർ സൈഡിൽ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഇവിടെ പുതിയ പാലത്തിന്റെ പില്ലറുകളെല്ലാം പൂർത്തീകരിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏറിയ പങ്കും പിയറുകളുടെയും പിയർ ക്യാപ്പുകളുടെയും വർക്കുകൾ പൂർത്തീകരിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പിയർ ക്യാപ്പുകളുടെ വർക്ക് പൂർത്തീകരിക്കാനാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കടലും കായലും ഒന്നിച്ചിരിക്കുകയാണ്. അഴിമുറിക്കുക അഥവാ പൊഴി മുറിക്കുക എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കടലും കായലും ഒന്നിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഹരിപ്പാടേക്ക് പോകുന്ന വഴിയുടെ തുടക്കത്തിൽ പണികളൊന്നും പുരോഗമിക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. ഇത് കഴിഞ്ഞങ്ങോട്ട് നമുക്ക് കാണുന്നത് റോഡിന്റെ വീതി കൂട്ടുന്ന പരിപാടികളും അണ്ടർ പാസേജിന്റെ വർക്കുകളും ഒക്കെയാണ്. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിലെ പല സ്ഥലങ്ങളെ പറ്റിയും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. അതുകൊണ്ടാണ് സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ വലുതായി പറയാത്തത്. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ ഒന്ന് പറയണേ. അങ്ങനെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ വീഡിയോസുമായി മുന്നോട്ട് വരാം.